യൂസ്ഡ് ടു പമ്പ് വാട്ടർ ഫോർ ഫാംസ് ഇൻ റാഞ്ചസ്. അധികം അതിൽ വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ടാണ്. ദെൻ 1910 വിൻഡ് ടർബൈൻ ജനറേറ്റേഴ്സ് വെർ പ്രൊഡക്റ്റിംഗ് ഇലക്ട്രിസിറ്റി ഇൻ മെനി യൂറോപ്യൻ കൺട്രീസ്. പിന്നീട് അത് എന്തായി മാറി? ഇലക്ട്രിസിറ്റി കൊണ്ട് എന്താക്കി? പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന തരം ഇതിലേക്ക് മാറി. ആൻഡ് പല യൂറോപ്യൻ കൺട്രീസിലേക്കും. ആൻഡ് വൈൽ ടുഡേ വൺ അസോസിയേറ്റ്സ് വിൻഡ്മിൽ വിത്ത് ദ Netherlands, which then used to pumping the water, it is the Denmark that wind is effective source of energy. ഇപ്പോൾ ഡെൻമാർക്കിലും നെതർലാൻഡ് അങ്ങനെ യൂറോപ്യൻ രാഷ്ട്രത്തിൽ അത് ഇപ്പോൾ പറയുന്ന കണ്ടന്റ് ഇപ്പോൾ എന്താണ്, ഉള്ളടക്കം എന്താ പറയുന്നത്? നമ്മുടെ യൂറോപ്യൻ രാഷ്ട്രത്തിലൊക്കെ എഫക്റ്റീവ് സോഴ്സ് ഓഫ് എനർജിയുടെ സോഴ്സ് എഫക്റ്റീവ് ആണ് അല്ലേ. വിൻഡ് ഈസ് ദ മെയിൻ സബ്ജക്റ്റ് ഇൻ ദാറ്റ് മാറ്റർ അല്ലേ. കാറ്റാണ് എല്ലാത്തിനും മുഖ്യ ആധാരം. അതുകൊണ്ടാണ് അവർ സോഴ്സ് ഓഫ് എനർജി കൂട്ടുന്നത്. പല രാഷ്ട്രത്തിലും, യൂറോപ്യൻ രാഷ്ട്രത്തിലും വിൻഡ് എനർജിയാണ് ഇപ്പം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ക്ലോസ് ടു ഹോം നമ്മളതിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് വാസ് എമംഗ് ദ ഫസ്റ്റ് ഇന്ത്യ ടു ഗിവ് എ Philip to wind energy over 10 years ago and continues to be a leader. Nearly half of India's nearly 2000 million installed capacity from the wind energy to come Tamil Nadu. Wind turbines have been decorating our landscape near Madurai to be. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് വരിക. നമ്മൾ യൂറോപ്യൻ നെതർലാൻഡ് എന്നൊക്കെ പറഞ്ഞില്ല, നമ്മൾ യൂറോപ്യൻ വിദേശ രാജ്യങ്ങളിലൊക്കെ. പക്ഷേ ഈ വിൻഡ് എനർജി ഇന്ത്യയിൽ വന്നത് എവിടെയാണ്? തമിഴ്നാട് ഫസ്റ്റ് ആയിട്ട് കേട്ടോ. ഈ തമിഴ്നാടിലാണ് ഇന്ത്യയിൽ വിൻഡ് എനർജി കൂടുതലായിട്ടും യൂസ് ചെയ്തതും. ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഫ്രം വിൻഡ് എനർജി കം ടു തമിഴ്നാട്. വിൻഡ് ടർബൈൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് തമിഴ്നാട്. വിൻഡ് ടർബൈൻസ് ഓക്കെ, നിങ്ങൾ മറന്നു പോവാതിരിക്കാനാണ് മിസ് ബോർഡിൽ എഴുതുമ്പോൾ ഓർമ്മ ഉണ്ടാവുമല്ലോ. വിൻഡ് ടർബൈൻസ് in Chennai at the center of wind energy technology research is done to check our various wind sites where wide energy can be tapped അല്ലേ. ചെന്നൈ കേന്ദ്രമാക്കി എന്തുണ്ട്? വിൻഡ് എനർജി ടെക്നോളജി പഠിക്കാനുള്ള സെൻറ്ററുകൾ തന്നെ ഇവിടെ ഉണ്ട്, ചെന്നൈയിലുണ്ട് അല്ലേ. Research center is done to check out various the wind site and wind energy can be tapped, and wind turbines of various size and checked to see if they are delivering what they promised to do. And wind energy is also abundant in many parts of India from Gujarat, Andhra Pradesh and Kerala to the hilly region Maharashtra. എവിടേക്കാണ് പറഞ്ഞത്? എവിടേക്കും കൂടി ഈ വിൻഡ് എനർജി വ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് ഗുജറാത്ത്, സെക്കൻഡ് ഈസ് ആന്ധ്രാപ്രദേശ്, തേർഡ് ഈസ് കേരള. കേരളയുടെ മഹാരാഷ്ട്ര ഹിൽ ഏരിയ ആൻഡ് ഹില്ലി റീജിയൻസ് ഓഫ് മഹാരാഷ്ട്ര ഹില്ലി ഏരിയയിൽ വിൻഡിൻ്റെ പവർ കൂടുതലായിരിക്കും അല്ലേ. കാറ്റിൻ്റെ ശക്തി കൂടുതലായിരുന്ന സ്ഥലത്താണ് വിൻഡ് എനർജി കൊണ്ട് ഇലക്ട്രിസിറ്റിയും മറ്റുള്ള എല്ലാ ജനറേറ്റിങ്ങും വാട്ടർ പമ്പിങ്ങും കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഷിപ്പ് മൂവ് ചെയ്യാനും ഗ്രെയിൻ പമ്പ് വാട്ടർ ഒക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന എന്താണ് നമ്മുടെ ഈ ഒരു വിൻഡ് എനർജി കൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, in the West surveys we have constantly shown that the public prefers to wind and other renewable energy form of conventional source of generation. Wind energy is free renewable resource. എന്താ അതിൻ്റെ പ്രത്യേകത? വിൻഡ് എനർജി ഫ്രീ ആണ് അല്ലേ. നമുക്ക് സൗജന്യമായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് വിൻഡ് എനർജി. അതേപോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് സൂര്യപ്രകാശം. സോളാർ സിസ്റ്റം ഒക്കെ എന്താണ്? നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാണ്. പിന്നെന്താണ്? വാട്ടർ എനർജി എവിടെ നിന്ന് കിട്ടുന്നതാണ്? പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാണ്. അത് പെട്രോളും മറ്റേ ഡീസൽ മണ്ണെണ്ണ പോലെയുള്ള എന്തെല്ലാം ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയർ വരുന്നില്ല. ഇതെല്ലാം ക്ലീൻ എനർജി വരുന്ന സംഭവങ്ങളാണ് അല്ലേ. ദെൻ വിൻഡ് എനർജി ഈസ് ഓൾസോ സോഴ്സ് ഓഫ് ക്ലീൻ ആൻഡ് നോൺ പൊല്യൂട്ടഡ് ഇലക്ട്രിസിറ്റി. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, എന്തൊക്കെയാണ്? നമുക്ക് ക്ലീൻ എനർജിയാണ് അല്ലേ, സോഴ്സ് ഓഫ് ക്ലീൻ ആൻഡ് നോൺ പൊല്യൂട്ടിങ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്, നോൺ പൊല്യൂട്ടഡ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലേ. ഇപ്പോൾ വാഹനങ്ങളിൽ നിന്നൊക്കെ പോകുന്ന പുക ഉണ്ടല്ലോ, കറുപ്പ് കളറിലെ പുക ശ്വസിച്ചിട്ടൊക്കെ ആളുകൾക്ക് എന്തൊക്കെ ഉണ്ടാവും, പല രോഗങ്ങളും നമുക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ. വാഹനങ്ങൾ ഇങ്ങനെ അധികം കൂടി വരുന്നൊരു ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ 1-2 വാഹനങ്ങളുണ്ടാവും. വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ആ മെമ്പേഴ്സിന് മൊത്തം വാഹനങ്ങളുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോളും ഡീസലൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നമുക്കത് മാനവരാശിക്ക് നല്ലതാണെന്ന് പറയാൻ 100% ഉറപ്പൊന്നുമില്ല. കാരണം പല രോഗങ്ങളൊക്കെ, സാംക്രമിക രോഗങ്ങളൊക്കെ ഭാവിയിലേക്ക് ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ, നമ്മളെ പാഠത്തിൻ്റെ പേരെന്നാണ് ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ, ഇന്ധനങ്ങൾ, ഭാവിയിലേക്കുള്ള ഫ്യൂവൽസ് അല്ലേ. ഇന്ധനം എന്താവാം? പെട്രോൾ ആവാം, ഡീസലാവാം, മണ്ണെണ്ണ, ഇതൊക്കെ ഇന്ധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എന്താ, ഭാവിയിലേക്ക് അത്ര സുരക്ഷിതത്വം ഉണ്ടോ എന്നാണ് നമ്മുടെ ഈ ഒരു റൈറ്റിംഗ്സിലൂടെ ചോദിക്കുന്നത് അല്ലേ.
and it the takes of million pounds of wind energy is also source of clean non-polluted electricity, unlike conventional power of plants and wind plants emit of air polluted to greenhouses gases. അല്ലേ, ഹരിതഗൃഹവാതകങ്ങൾ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ സയൻസിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് നമ്മൾ 10th +1 നമ്മൾ സയൻസ് മുഖ്യ വിഷയമായി എടുത്തവർക്ക് അറിയാം എന്താണ് ഗ്രീൻ ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലേ, മീഥെയിനൊക്കെ ഉള്ള മറ്റെന്താ പറയുക ഹരിതഗൃഹവാതകങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാം. In 1919, California's wind power plants of its emission of 2,000 billion pounds of carbon dioxide and 15 million pounds of other polluted we have to otherwise been produced. It would take forests in million trees provide to same air quality. Some the concern of noise produced by rotor blades and impact the right birds of fly into the rotor. Most of these problems do not exist in India wind farm to located the remote areas. The problems have already been resolved through ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഇപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം എന്താണ് വിൻഡ് ഈ ഇതിൽ എന്താ പറയുക റൂറൽ ഏരിയ അല്ലേ, നമ്മളെ ഈ ഉള്ളോട്ട് പോയ പ്രദേശങ്ങൾക്കൊക്കെ എന്താണ് നല്ല ഹിൽ ഏരിയ, റൂറൽ ഏരിയയിൽ ഉള്ളോട്ട് പോയ ഹിൽ ഏരിയയിലുണ്ടാവും, അവിടെയൊക്കെ എന്താ നല്ല വിൻഡിൻ്റെ എനർജി കൂടുതലാവും, വിൻഡ് എനർജി കൂടുതലാണ്. അപ്പോൾ അവിടെ നല്ല ഇലക്ട്രിസിറ്റിയാണ്. ഏത് രൂപത്തിൽ നമ്മൾ ഭൂമിയെ എന്തില്ലാതെ നമുക്ക് പിന്നെ കൂടുതൽ പൊല്യൂട്ടഡ് ആവാത്ത തരത്തിൽ നമുക്ക് ഭൂമിയെ സേവ് ചെയ്തുകൊണ്ട് എന്താക്കാൻ പറ്റും, ഈ എനർജിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ സെൻറ്റൻസ് ഇൻ ദ വെസ്റ്റ് ഓഫ് സർവേസ് എന്താ പറയുന്നത്, വെസ്റ്റ് സർവേസ് ഓഫ് ദ എനർജി ഫ്രം കൺവെൻഷണൽ റിസോഴ്സസ് നോ മാറ്റർ ഹൗ മച്ച് സപ്ലൈ ഇൻ ദ ഫ്യൂച്ചർ. Wind energy is also a source of clean. Wind energy is also a source of clean. അപ്പോൾ the importance of wind ഈ പാഠത്തിൽ നമ്മൾ എന്താണ് കവർ ചെയ്തത്, the importance of wind. ഫസ്റ്റ് സോഴ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് സെക്ഷനിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്, ക്ലീൻ എനർജിയാണ് അല്ലേ. നമുക്ക് ക്ലീൻ എനർജി ആയിട്ടുള്ള സംഭവങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോളാർ സിസ്റ്റം ആണെങ്കിലും പിന്നെ വിൻഡ് അല്ലേ, അതായത് കാറ്റ്, സൂര്യപ്രകാശം, ജലം, ഇതൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ വിൻഡ് എനർജിന് ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യ എത്രാമത്തേതാണെന്ന് ചോദിക്കുന്നു. ഇതിൽ ആൻസർ എന്താ മിസ് അത് വായിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ 5th എത്രാമത്തേതാണ് നമ്മളെ ഇതിൽ 5th. Some have voiced concern over the noise of produced by rotor blades and the major challenges to wind as the source of power is that intermittent and also have been electricity of needed. നമുക്കിനി ഭാവിയിലേക്ക് കറണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും നോക്കാനും എല്ലാം നമ്മൾ വിൻഡ് എനർജി ഭാവിയിലേക്ക് യൂസ് ചെയ്യായിരിക്കും നന്നാവുന്നത് എന്നാണ് ഈ റൈറ്റർ പറയുന്നത് അല്ലേ. നമ്മളെ ഫ്യൂവൽ എന്താണ് പാഠത്തിൻ്റെ പേര്, ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിലേക്കുള്ള ഇന്ധനങ്ങൾ മണ്ണെണ്ണ, പെട്രോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ക്ലീൻ എനർജി ആയിട്ടുള്ള ഏതൊക്കെയാ, സോളാർ എനർജിയും വിൻഡ് എനർജിയും വാട്ടർ, സൂര്യപ്രകാശം, നമ്മൾ ഭൂമി തരുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ക് പ്രശ്നങ്ങളില്ലാത്ത പ്രകൃതി നമുക്ക് വെറുതെ തരുന്നില്ല, സൗജന്യമായി കിട്ടുന്ന വെള്ളവും ജലവും സോളാറും കാറ്റും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ഫ്യൂച്ചർ പ്രൊട്ടക്റ്റ് സേവ് ആക്കാം എന്നാണ് നമ്മുടെ പിന്നെ ആര് പറയുന്നത്, നമ്മുടെ റൈറ്റർ നമ്മൾ മെസ്സേജ് ചെയ്യുന്ന ഒരു പാഠഭാഗമാണ്. കൂടാതെ പണ്ട് കാലം നമ്മൾ ഉപയോഗിച്ചിരുന്നതും പായ്ക്കപ്പൽ കൊണ്ട് നമ്മൾ വിൻഡ് കൊണ്ട് കപ്പൽ പോയതും പിന്നെന്താ നമ്മൾ പറയുക ജനറേറ്റർ, ഇതൊക്കെ ഏതൊക്കെയാണ് യൂസ് ഓഫ് വിൻഡ് എനർജീൻ്റെ ആൻസറാണ് ഫാം, വിൻഡ് എനർജി, ഷിപ്പ് മൂവ് ചെയ്തതും, ഗ്രെയിനും പമ്പ് വാട്ടറും ഒക്കെ എഴുതിയാലൊക്കെ ഒരു 4 മാർക്കിനുള്ള ആൻസറാണ് മിസ്സോട് എഴുതിയത്. പിന്നെ എത്രാമത്തേതാണ് നമ്മൾ ഇന്ത്യ, 5ാമത്തെ വിൻഡ് എനർജി യൂസ് ചെയ്യുന്ന ലോകത്തിൽ 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ള ഒരു ആൻസറും കൂടി ചെയ്താൽ ഏകദേശം നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് വിചാരിക്കാം.